ഇന്ത്യൻ മണ്ണിൽ ആദ്യമായി പരമ്പര നേടാൻ കാത്തിരുന്ന സൗത്ത് ആഫ്രിക്കയ്ക്ക് 8-ന്റെ പണിയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മൂന്നാം ഏകദിനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഫസ്റ്റ് ബാറ്റിൽ ടോസ് വീണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ ബാറ്റിങ്ങിന് അയക്കുമായിരുന്നു. അവർക്ക് തുടക്കം തന്നെ പഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു റണ്ണെടുത്ത് ലെക്കേട്ടൻ പുറത്തായി. അക്ഷദ്വീപിൻ്റെ പന്തിത്ത് ആദ്യത്തെ ഓവറിൽ വന്ന കളിക്കാർ പിന്നീട് അങ്ങോട്ട് പിടിമുറുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഡീകോക്ക് സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. ഡംബാവുമ്മ ഡീകോക്ക് സഖ്യം 113 റണ്ണിൻ്റെ പാർട്ണർഷിപ്പ് ഉണ്ടാക്കി സൗത്ത് ആഫ്രിക്കനെ മുന്നോട്ട് നയിക്കുമ്പോഴാണ് 48 റണ്ണെടുത്ത് ഡംബാവുമ്മയാണ് രണ്ടാമതായി ഇന്ത്യ പുറത്താക്കിയത്. അവിടുന്ന് സൗത്ത് ആഫ്രിക്ക ടീം മെല്ലെ സ്കോർ കുറയാൻ തുടങ്ങി. പിന്നീട് കണ്ടത് ഇന്ത്യയുടെ ഒരു തീപ്പൊരി ബോളിംഗ് ആണ് കണ്ടത്. പിന്നീട് വന്നതും പോയതും എല്ലാം പെട്ടെന്നാണ്. സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാർക്ക് ആർക്കും തന്നെ പിടിച്ചു നിൽക്കാനോ പാർട്ണർഷിപ്പ് ഉണ്ടാക്കാനോ സാധിച്ചില്ല. റവീസ് കുറച്ചു നേരം പിടിച്ചു നിൽക്കാൻ ശ്രമമൊക്കെ നടത്തിയെങ്കിലും അധികം മുന്നോട്ട് പോയില്ല. കേച്ച് മഹാരാജ് നോട്ട് ഔട്ടായി നിന്നത് മാത്രം മിച്ചം. ഇന്ത്യൻ ബോളർ സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാരെ പിടിച്ചു കെട്ടുകയായിരുന്നു. അങ്ങനെ 47.5 ഓവറിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു. 270 സാമാന്യം ഭേദപ്പെട്ട സ്കോറിലേക്ക് മാത്രമേ സൗത്ത് ആഫ്രിക്കയ്ക്ക് എത്താൻ കഴിഞ്ഞുള്ളൂ. ഇന്ത്യൻ ബോളർമാരിൽ കൃഷ്ണയാണ് തിളങ്ങിയത്. 9 ഓവറിൽ പന്തെറിഞ്ഞ് 66 റൺസ് മാത്രം ഇട്ടുകൊടുത്ത് 4 പ്രധാനപ്പെട്ട വിക്കറ്റും എടുത്തു. കുൽദീപ് യാദവ് മാച്ച് ബോളിംഗ് കാഴ്ചവെച്ചു. 10 ഓവർ എറിഞ്ഞ് 41 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റ്. പിന്നെ അക്ഷദ്വീപ് 36 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ്. ജഡേജ 8 ഓവർ മാത്രം എറിഞ്ഞ് 46 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ്. ഇങ്ങനെയാണ് ബോളർമാരുടെ ഒരു കണക്ക്. രണ്ടുപേരും ചേർന്നാണ് സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ നട്ടിലോടിച്ചത്. പിന്നീട് ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങി. ഇന്ത്യക്ക് മാച്ച് തുടക്കമാണ് ഓപ്പണർമാരായ രോഹിത് ശർമ്മ, ജയ്സ്വാൾ സഖ്യം നൽകിയത്. ഒന്നാം വിക്കറ്റിൽ തന്നെ 138 റണ്ണിൻ്റെ 157 റണ്ണിൻ്റെ ഒന്നാം വിക്കറ്റ് പാർട്ണർഷിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ഇന്ത്യ കളി പിടിച്ചു. ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് പോയത് 155-ലാണ്. മഹാരാജിൻ്റെ ബോളിൽ രോഹിത് ശർമ്മ 6 അടിക്കാൻ നോക്കി ടൈമിംഗ് തെറ്റി ക്യാച്ച് ആവുകയായിരുന്നു. പിന്നീട് വന്ന് വിരാട് കോഹ്ലിയും ജയ്സ്വാളും ചേർന്ന് ഇന്ത്യ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ജയ്സ്വാൾ 106 റൺസ് എടുത്ത് നോട്ട് ഔട്ടായി കളി അവസാനിക്കുമ്പോൾ ഗ്രീസിലുണ്ടായിരുന്നു. കോഹ്ലി ആകട്ടെ 46 പന്തിൽ നിന്ന് 63 റൺസ് എടുത്ത് നോട്ട് ഔട്ടായി ഉണ്ടായിരുന്നു. ജയ്സ്വാളാണ് മാൻ ഓഫ് ദി മാച്ച്. അതുപോലെ കോഹ്ലിയാണ് മാൻ ഓഫ് ദി സീരീസ്. ഇനി 9-ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ് 5 പരമ്പര അടങ്ങിയ T20 മത്സരം തുടങ്ങുക. അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. നന്ദി, നമസ്കാരം. നിങ്ങൾ ബെല്ലൈക്കൻ അമർത്തി വെച്ച് ഞാനും ഓരോ ക്രിക്കറ്റ് വാർത്തകളും നിങ്ങളെ തേടിയെത്തും.